സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് നമ്മളുള്ളത് വെൽഫെയർ പാർട്ടിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്നിലപ്പ, മഞ്ചേരി മെഡിക്കൽ കോളേജ് ജനറൽ ഹോസ്പിറ്റൽ, ഇത് രണ്ടും രണ്ടാണോ ഒന്നാണോ എന്നുള്ളത് പൊതുജനങ്ങളെ ഇടയിൽ നമുക്ക് തന്നെ സംശയമുണ്ട്. ഇപ്പോഴാണ് ഇത് രണ്ടെണ്ണാണ് എന്നുള്ളതും രണ്ട് OP ആണ് എന്നുള്ളതും ഈ മെഡിക്കൽ കോളേജ് ഇവിടുന്ന് നിലനിന്നിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ മറ്റൊരു പോകുന്നുണ്ടോ എന്ന് വരെയുള്ള സംശയം വരാനുള്ള കാരണം ഇതുവരെ മെഡിക്കൽ കോളേജ് ആണോ അതോ ഇത് ജനറൽ ഹോസ്പിറ്റലാണോ എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ അതിനെ കുറിച്ചിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുനീബിനോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എന്താണ് ഈ മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ, ജനറൽ ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ പൊതുജനങ്ങളോട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? ഇതില് നമ്മൾ ശരിക്കും മെഡിക്കൽ കോളേജ് ഇവിടെ വരുന്നത് നമുക്കാദ്യം അറിയാം. നമുക്കിത് മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് മുമ്പ് ഉണ്ടായിരുന്നത് താലൂക്ക് ഹോസ്പിറ്റലാണ്. ഈ താലൂക്ക് ഹോസ്പിറ്റലിനെ ജില്ലാ രൂപീകരണത്തോടനുബന്ധിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ജില്ലാ ഹോസ്പിറ്റലാക്കി മാറ്റി. അതിനുശേഷം പിന്നെ അത് 2010 എന്ന് തോന്നുന്നു, ഡേറ്റ് കൃത്യം ഓർമ്മയില്ല, അതിനെ ജനറൽ ഹോസ്പിറ്റലാക്കി മാറ്റുമ്പോൾ അന്ന് അതിനൊരു ബിൽഡിങ്, അന്ന് ജനറൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് അത് ഇവിടുന്ന് പണം പിരിച്ചുണ്ടാക്കിയ ബിൽഡിംഗാണ്. കാരണം പ്രവാസികളുടെ കയ്യിൽ നിന്നൊക്കെ അതിന് ഓഹരി വിഹിതം വാങ്ങിയിട്ടാണ് ആ ബിൽഡിംഗ് ഉണ്ടാക്കിയത്. അങ്ങനെ ആ ജനറൽ ഹോസ്പിറ്റൽ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ഒരു മാതൃശിശു സംരക്ഷണ കേന്ദ്രം ഹോസ്പിറ്റലിനോട് ജനറൽ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് അത് വ്യാപകമായി മലപ്പുറം ജില്ല ഒന്നാകെ പിരിവെടുത്തുണ്ടാക്കിയ സ്ഥാപനം. കാരണം അത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ കയ്യിൽ നിന്ന് മുഴുവൻ സ്കൂളുകളുടെയും കുട്ടികളുടെ കയ്യിൽ നിന്ന് അടക്കം പിരിച്ചെടുത്തിട്ടാണ് എന്ത് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ജനറൽ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഒരു മാതൃശിശു സംരക്ഷണ കേന്ദ്രം, അമ്മമാരുടെയും കുട്ടികളുടെയും ഒരു ഹോസ്പിറ്റൽ ഇതുണ്ടാക്കി. ഇത് ഉദ്ഘാടനം കഴിയുമ്പോഴേക്കുമാണ് എന്ത് ചെയ്തത്, മെഡിക്കൽ കോളേജ് വരുന്നത്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജ് വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഉണ്ടാക്കിയ ഈ സ്ഥാപനമടക്കം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായി. എന്നാൽ ആളുകൾക്ക് ഇവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ ചികിത്സാ സൗകര്യത്തിന് വേണ്ടി നാട്ടുകാർ പിരിവെടുത്തുണ്ടാക്കിയ സ്ഥാപനം ഇപ്പോൾ എന്താണ്, മെഡിക്കൽ കോളേജിന്റെ അക്കാഡമിക് ബ്ലോക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 2013 അതെ അന്നുണ്ടാക്കിയ ബിൽഡിംഗ് ആണ് അന്ന്. അപ്പോൾ ആ ബിൽഡിംഗ് ഇപ്പോൾ എന്താണ്, അക്കാഡമിക് ബ്ലോക്ക് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മലപ്പുറം ജില്ലയിൽ മാത്രമാണ് ഈ മലപ്പുറം മോഡൽ എന്ന് പറഞ്ഞ വികസനം. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ വികസനം നമ്മളെ കയ്യിൽ നിന്ന് പണം പിരിച്ചെടുത്ത് നടപ്പാക്കുക, സർക്കാർ സംവിധാനം നടപ്പാക്കുക. ഇത് വേറെ എവിടെയും കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ ഇതിൽ മാത്രമല്ല, ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ കിഡ്നി വെൽഫെയർ പരിപാടി ഉണ്ടല്ലോ, നമ്മുടെ ജില്ലയിൽ കിഡ്നി രോഗികൾക്കുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഇതും എന്താണ്, നമ്മുടെ നാട്ടിൽ നിന്ന് പണം പിരിച്ചെടുത്തിട്ടുണ്ടാക്കുന്ന സംവിധാനം. ഇപ്പോൾ ഒരു ഉദാഹരണമാണ്, അതിൻ്റെ ഉദ്ഘാടനത്തിന് അന്നത്തെ ധനകാര്യമന്ത്രി KM മാണി സംസാരിക്കുന്നത് എന്താ വെച്ചാൽ, ഇത് വലിയ സംഭവമാണ്, നിങ്ങൾ ചെയ്തിരിക്കുന്ന വലിയ സംഭവമാണ്. ഇതേ പദ്ധതി ഞാൻ എൻ്റെ നാട്ടിൽ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കും എന്നാണ് പറയുന്നത്. നമ്മൾ പിരിച്ചുണ്ടാക്കുക, അവിടെ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കും എന്ന് പറഞ്ഞപ്പോൾ കൈയടിച്ചിട്ട് ആഘോഷിച്ച ആളുകളാണ് മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ. അപ്പൊ മാണി പറഞ്ഞ ഉദ്ദേശം എന്ന് വെച്ചാല്, ഇവിടെ നിങ്ങൾ പൈസ പിരിച്ചുണ്ടാക്കിയ ഒരു മാതൃക ഞാനവിടെ സർക്കാരിന്റെ ഫണ്ട് ഉണ്ടാക്കുന്ന നമ്മളെ ചോദ്യം എന്ന് വെച്ചാൽ, അതിന്റെ ഇവിടെ സർക്കാരിന്റെ ഫണ്ട് അതാണ് നമ്മൾ പറയുന്നത്. ഇവിടെ മലപ്പുറം മോഡൽ എന്ന് പറഞ്ഞിട്ട് എല്ലാം എന്ത് ചെയ്യുക, ഇവിടുത്തെ നമ്മളും കൊടുക്കുന്ന നികുതി പണമാണല്ലോ. തീർച്ചയായും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു മലപ്പുറം മോഡൽ എന്ന് പറയുന്നത് സാധനമായിട്ട് ഇവര് ഇങ്ങനെ കൊണ്ടാടുന്നത്. യഥാർത്ഥത്തിൽ അത് ഒരു ശരിയായ വികസന കാഴ്ചപ്പാടല്ല. അങ്ങനെ അപ്പൊ ഇപ്പൊ മെഡിക്കൽ കോളേജ് വന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം 10 വർഷം മുമ്പ് വെൽഫെയർ പാർട്ടി അന്നേ പറഞ്ഞിട്ടുണ്ട്. 10 വർഷം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മെഡിക്കൽ കോളേജ് മറ്റൊരിടത്തേ പറ്റുള്ളൂ, ഈ ജനറൽ ഹോസ്പിറ്റലിന്റെ ഇടത്ത് മെഡിക്കൽ കോളേജ് പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിന് മുമ്പ് ഒരാഴ്ച സമരവാരം എന്ന് പറഞ്ഞ് തുടർച്ചയായി ഒരാഴ്ച സമരപ്പന്തലിട്ട് സമരം ചെയ്തിട്ടുണ്ട് അന്ന്. സമരവാരം എന്ന പേരിൽ മെഡിക്കൽ കോളേജിനെ സൗകര്യപ്രദമായ മറ്റൊരിടത്ത് സ്ഥാപിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സമരം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് അത് വീണ്ടും ഇഷ്യൂ ആയിട്ട് എന്ത് ചെയ്യുന്നത്, പൊന്തി വരുന്നത്. ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു ഇഷ്യൂ ആവാനുള്ള ഒരു കാരണം എന്താ ചോദിച്ചാൽ, ജനറൽ ഹോസ്പിറ്റൽ ഇപ്പം പേരിനുണ്ടായിരുന്ന ഒരു സംവിധാനം പോലും ഇല്ലാതായി കഴിഞ്ഞു. അങ്ങനെ 12 ഡോക്ടർമാരെ സ്ഥലം മാറ്റി. ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട 12 ഡോക്ടർമാരെ സ്ഥലം മാറ്റി. അതോടൊപ്പം തന്നെ ഇപ്പം ഉള്ള മുഴുവൻ ഡോക്ടർമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫുകളെയും മറ്റ് സ്റ്റാഫുകളെയൊക്കെ ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്, സ്ഥലം മാറ്റാനുള്ള നിർദ്ദേശം
ജില്ലാ മെഡിക്കൽ ഓഫീസർ കൊടുത്തു കഴിഞ്ഞു. എന്ന് വെച്ചാൽ പൂർണ്ണമായി ഹോസ്പിറ്റൽ ഇല്ലാതാവുമ്പോൾ അതിപ്പോ കഴിഞ്ഞൊരു ചർച്ചയിൽ കേട്ടതെന്താന്ന് വെച്ചാല് ഇവിടെ രോഗികൾ വരുന്നില്ല എന്നുള്ളൊരു ചർച്ച വരെ വന്നിട്ടുണ്ട് എന്നാണ് കേട്ടത്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഹോസ്പിറ്റലിൽ ഇപ്പൊ രോഗികൾ വന്നോ എന്നില്ല ഡോക്ടർമാരെ മാറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ ഉള്ള പച്ച കളർ ഇത് രേഖകളാണല്ലോ. ഏറ്റവും ചുരുങ്ങിയത് ശരാശരി ഒരു ദിവസം 3000 രോഗികളുണ്ട് ഈ ഹോസ്പിറ്റലിൽ ആശ്രയിക്കുന്നത്. നമ്മളവിടെ ഹോസ്പിറ്റലിൽ അകത്ത് പോയി നോക്കിയാല് ഞങ്ങൾ അന്ന് പോയപ്പോ രാവിലെ 6 മണിക്ക് വന്ന ഒരു ഗർഭിണി 11 മണി 12 മണി ആയിട്ടും എന്ത് ചെയ്തിട്ടില്ല, അവരുടെ ടോക്കൺ എത്തിയിട്ടില്ല. ഇത്രയും കാത്തിരിക്കാൻ മാത്രം രോഗികൾ എന്തുണ്ട് ഹോസ്പിറ്റലിലുണ്ട്. പിന്നെ ഏത് നിലക്കാണ് റിപ്പോർട്ട് വരുന്നത് നമുക്കറിയാം. കാരണം ഒരു മാസത്തിൽ 7 രോഗിനെ വരെ നോക്കിയിട്ട് ഉള്ളൂ എന്നുള്ള ഒരു റിസൾട്ട് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഇത് രേഖാമൂലം കിട്ടിയിട്ടില്ല, പക്ഷെ അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. കാരണം രോഗികളുടെ ഇഷ്ടം പോലെ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയാൽ നമുക്ക് കാണുന്നുണ്ട്. പിന്നെ ഈ രോഗികൾ അവിടെ ഇപ്പൊ സേവനത്തിൽ നിൽക്കുന്ന പല സംഘടനകളുടെയും ഒക്കെ സന്നദ്ധ പ്രവർത്തകരുണ്ടല്ലോ. ഇവർ എന്തിനാണ് അവിടെ പ്രവർത്തിക്കുന്നത്? ഈ രോഗികളെ ഒന്ന് കൈകാര്യം ചെയ്യണമെങ്കിൽ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെങ്കിൽ ഹോസ്പിറ്റലിന്റെ സംവിധാനം മതിയാവാത്തത് കൊണ്ടാണ് ഇവർ നിൽക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. ചില നാട്ടില് ചില ജനറൽ ഹോസ്പിറ്റലിൽ ജില്ലാ ഹോസ്പിറ്റലൊക്കെ ഉണ്ടല്ലോ, ഇവര് വരുന്നില്ല. പക്ഷെ ഇവിടെ കൂടുതൽ ആൾ വന്നോണ്ടാണല്ലോ ഇവര് നിർത്തുന്നത്. അതെ, മതസംഘടനകളുടെ ഒക്കെ പല സംഘടനകളുടെയും ആളുകൾ അവിടെ വളണ്ടിയർമാരായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് നിയന്ത്രിക്കാൻ ഇവരെ കൊണ്ട് കഴിയാത്ത അത്രയും എന്താണ് ജനബാഹുല്യമുണ്ട്. ഇപ്പൊ 2013 ഉമ്മൻചാണ്ടി സർക്കാർ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജ് കൊണ്ടു. ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ കേരള സർക്കാരാകട്ടെ ഇങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് മഞ്ചേരി കൊണ്ടുവരുമ്പോൾ ജനറൽ ഹോസ്പിറ്റലിലേക്ക് മറ്റൊരു സ്ഥലം കണ്ടെത്താതെ ഒരു ഗവൺമെന്റ് ഇത് കൊണ്ടുവരാൻ പാടില്ല. 100% നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പാർട്ടികൾ ചെയ്യേണ്ടിയിരുന്നത് മെഡിക്കൽ കോളേജ് വരുമ്പോൾ ജനറൽ ഹോസ്പിറ്റൽ അവിടെ നിൽക്കട്ടെ, മെഡിക്കൽ കോളേജിന് പറ്റിയ ഭൂമി ഞങ്ങൾ വേറെ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അത് കൊണ്ടുപോകാനും വേണ്ടി അതിന് സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി. പക്ഷെ അന്നത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മണ്ഡലത്തിൽ മെഡിക്കൽ കോളേജ് വരിക എന്നുള്ളത് അവരുടെ ഒരു രാഷ്ട്രീയ താല്പര്യമായിട്ട് പ്രതിപക്ഷം എന്ത് ചെയ്തിട്ടില്ല, അതിൽ ശക്തമായ ഇടപെടൽ നടത്താതെ ജനറൽ ഹോസ്പിറ്റലിൽ പോയിക്കോട്ടെ എന്ന നിലയിൽ അവരും എന്ത് ചെയ്തു. കാരണം മെഡിക്കൽ കോളേജിനെതിരെ സംസാരിച്ചു എന്ന പരാതി വരും. അവർ ഈ നിലക്ക് 2 നിലയിലും എന്ത് ചെയ്തു, അതിനെ അന്ന് രാഷ്ട്രീയ പാർട്ടികൾ എടുക്കേണ്ട നിലപാടെടുക്കാത്തതിന്റെ ദുരന്തമാണ് ഇന്നിപ്പോ നമ്മൾ അനുഭവിക്കുന്നത്. ഇവിടുത്തെ പൊതുജനങ്ങൾ ഈ മെഡിക്കൽ കോളേജിൽ ആശ്രയിക്കുന്ന പൊതുജനങ്ങൾ ഈ മെഡിക്കൽ കോളേജിൽ ഇപ്പോ മെഡിക്കൽ കോളേജ് ആണല്ലോ, ഈ മെഡിക്കൽ കോളേജ് വരുമ്പോ ജനറൽ ഹോസ്പിറ്റൽ അത് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. എങ്കിൽ ഈ ജനറൽ ഹോസ്പിറ്റലിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് മെഡിക്കൽ കോളേജ്? ഒന്നാമത്തെ നഷ്ടം ബെഡുകളുടെ എണ്ണം. ബെഡുകൾ ഒരു മെഡിക്കൽ കോളേജ് അല്ല, ഞാൻ പറയാം. ജനറൽ ഹോസ്പിറ്റൽ ആയ സമയത്ത് ഉണ്ടായിരുന്ന ബെഡുകൾ എന്ന് പറഞ്ഞാൽ ജനറൽ ഹോസ്പിറ്റലിൽ 501 ബെഡ്. പിന്നെ നമ്മൾ പണം പിരിച്ചുണ്ടാക്കിയ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ 300 ബെഡ്. ഇത് രണ്ടും കൂടി 801 ബെഡ് ജനറൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ് ആയപ്പോഴത് 475 ബെഡായി. അപ്പൊ അവിടെ നഷ്ടം വന്നിട്ടില്ല. നഷ്ടം വന്നത് 801 ബെഡുകളിൽ നിന്ന് 475 ബെഡുകളിലേക്ക് എന്ത് ചെയ്തു, താഴ്ന്നു പോയി. ഇതിന്റെ ഉണ്ടാക്കുന്ന ഒരു ഭീകരത എന്താന്ന് ചോദിച്ചാല്, കേരളത്തിന്റെ രോഗി കിടക്ക അനുപാതം എന്ന് പറയുന്നത് 874 ഒരു ബെഡ് എന്നുള്ളതാണ്. കാരണം മലപ്പുറം ജില്ലയിലെ ജനസംഖ്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ജനസംഖ്യയിൽ 874 ആളുകൾക്ക് ഒരു ബെഡ് നിലനിൽക്കാണ് ആരോഗ്യരംഗത്ത് മൊത്തം ഉള്ള ബെഡ്. അതിന്റെ ശരാശരി ഓരോ ജില്ലയിലും. മലപ്പുറം ജില്ലയിലേക്ക് വന്നാൽ അത് 2054 ആളുകൾക്ക് ഒരു ബെഡാണ്. ഇരട്ടി അല്ല, അതിനേക്കാൾ ഭീകരമാണ് ഈ കണക്ക്. അത് മലപ്പുറത്തിന്റെ ആരോഗ്യരംഗത്തെ ഏറ്റവും പിന്നോക്കാവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ നഷ്ടം ഞാൻ പറഞ്ഞ പോലെ ബെഡുകളുടെ എണ്ണം. രണ്ടാമത്തെ നഷ്ടം, ഇവിടെ ഒരു ജനറൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനം ജനറൽ ഹോസ്പിറ്റലിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഈ സെറിബ്രൽ പാൾസി, പിന്നെ പക്ഷാഘാതം, നാഡീരോഗങ്ങള്, ആക്സിഡന്റ് വഴി വരുന്ന രോഗങ്ങളൊക്കെ, ഇങ്ങനത്തെ രോഗികളെ ചികിത്സിക്കാൻ 15 സ്ത്രീകളെയും 15 പുരുഷന്മാരെയും കിടത്തി ചികിത്സിക്കുന്ന ഒരു സംവിധാനം ജനറൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സംവിധാനത്തിന് ആ വകുപ്പ് വേണ്ടാത്തത് കൊണ്ട് അതെടുത്ത് ഒഴിവാക്കി. അപ്പോഴും ഇവർ പറയുന്ന ജനറൽ ഹോസ്പിറ്റൽ നേരെ നിൽക്കുന്നുണ്ട് എന്നാണ് വാദം. പക്ഷെ എങ്ങനെയാണ് അത് എടുത്ത് ഒഴിവാക്കാൻ പറയുന്നത്? ജനറൽ ഹോസ്പിറ്റൽ സാങ്കേതികമായി നിൽക്കുന്നില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് ഇതിന്റെ കാരണം. അപ്പൊ എന്താ വെച്ചാൽ ആ വകുപ്പ് മെഡിക്കൽ കോളേജിന് വേണ്ടാത്തത് കൊണ്ട് ഒഴിവാക്കി. അപ്പം
30 രോഗികൾക്ക് ദിവസം ചികിത്സ കൊടുത്തിരുന്ന ഒരു സംവിധാനം ഇല്ലാതായി നഷ്ടമാണ്. മെഡിക്കൽ കോളേജ് കൊണ്ടുണ്ടായ നഷ്ടം. തീർച്ചയായും മറ്റൊരു നഷ്ടം ക്യാൻസർ ചികിത്സാ കേന്ദ്രം. എന്നാൽ ഈ ക്യാൻസർ രോഗികൾക്ക് കിടത്തി കീമോ ചികിത്സ നടത്തുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. 20 ആളുകൾക്ക് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. 20 രോഗികൾക്ക് കീമോ കൊടുക്കാൻ പറ്റുന്ന ജനറൽ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിന്നിരുന്ന സംവിധാനമാണ്. അത് മെഡിക്കൽ കോളേജ് വന്നതോടുകൂടി അവർക്ക് അതിന്റെ ആവശ്യമല്ല. മെഡിക്കൽ കോളേജിൽ ക്യാൻസർ ചികിത്സാ കേന്ദ്രം വേണ്ടതില്ല. അതുകൊണ്ട് അത് ഒഴിവായി. ഇല്ല ഞാൻ പറയാം. അത് നടത്തുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. പകര സംവിധാനം എന്താ വെച്ചാൽ വരാന്തയിൽ വെച്ചുകൊണ്ട് 2-3 രോഗികൾക്ക് കീമോ കൊടുക്കാൻ തുടങ്ങി. ഇത് മനുഷ്യാവകാശ കമ്മീഷൻ ഇതറിഞ്ഞ് അവർ സ്വമേധയെ ഇടപെട്ടു. ആ ഇടപെട്ടപ്പോൾ ഒരു റൂം വിട്ടുകൊടുത്തു കീമോ കൊടുക്കാൻ. 4 രോഗികൾക്കാണ് കീമോ കൊടുക്കുക ഇവിടെ മെഡിക്കൽ കോളേജിൽ. എന്നാൽ 20 രോഗികൾക്ക് കീമോ കൊടുത്തിരുന്നൊരു സംവിധാനം 4 രോഗികൾക്ക് കീമോ കൊടുക്കുന്ന സംവിധാനമായിട്ട് ചുരുങ്ങി. നഷ്ടമാണോ ലാഭമാണോ? നമ്മൾ നഷ്ടമാണ്. അടുത്ത സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജനറൽ ഹോസ്പിറ്റലുകൾക്ക് സർക്കാർ സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികകൾ കൊടുക്കും. യൂറോളജി, നെഫ്രോളജി, പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് തസ്തികൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികകൾ കൊടുക്കും. അത് മഞ്ചേരിക്ക് കിട്ടിയിട്ടില്ല. ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ ജനറൽ ഹോസ്പിറ്റൽ സാങ്കേതികമായി ഇവിടെ നിലവിലില്ല. അതുകൊണ്ട് ഈ ആളുകൾക്ക് കിട്ടേണ്ടുന്ന ചികിത്സാ സംവിധാനം എന്ത് ചെയ്യാണ്? ഇല്ലാതാവാണ് ചെയ്യുന്നത്. അപ്പൊ അത് വാക്കിൽ മാത്രമേ ഇല്ല അവിടെയാണ് അതിന്റെ ഒരു പ്രശ്നം. ഇനി എന്താന്ന് വെച്ചാല് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ സെക്കൻഡറി ചികിത്സ എന്ന് വെച്ചാല് നമ്മളിങ്ങനെ വീടുകളിലൊക്കെ പോയി ചെയ്ത് ചികിത്സക്ക് കഴിഞ്ഞിട്ട് അതിൽ രക്ഷയില്ലാത്ത ആളുകളെ കൊണ്ടുപോകല്ലോ ഹോസ്പിറ്റലിൽ. അപ്പൊ പരിരക്ഷയുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ ഒരു സഹായത്തോടു കൂടി ജനറൽ ഹോസ്പിറ്റലിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സംവിധാനമാണ് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ സെക്കൻഡറി ചികിത്സ സംവിധാനം. അതിനാവശ്യമായ സൗകര്യങ്ങൾ, കിടത്തി ചികിത്സക്ക് ആവശ്യമായ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മെഡിക്കൽ കോളേജിന് ആവശ്യമില്ലാത്തത് കൊണ്ട് അതും എടുത്ത് ഒഴിവാക്കപ്പെട്ടു. അതും ഇപ്പോൾ രോഗികൾക്ക് കിട്ടുന്നില്ല. പിന്നെ പ്രതിരോധ കുത്തിവെപ്പുകൾ, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, ഇത് ജനറൽ ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തമാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അപ്പൊ അതിന് ആവശ്യമായ സ്റ്റാഫുകൾ ഇവിടെ ഇല്ല. അപ്പൊ സ്റ്റാഫുകൾ അനുവദിക്കാൻ സർക്കാരിന് കഴിയില്ല. കാരണം ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സംവിധാനം ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇവർക്ക് അത്തരം സ്റ്റാഫുകൾ അതിനുവേണ്ടി അനുവദിക്കാനും കഴിയില്ല. ഇതാണിപ്പോൾ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജ് വന്നതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ഇതാ. ജനറൽ ഹോസ്പിറ്റൽ അവിടെ തന്നെ നിലനിർത്തിയിട്ട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് 23 ഏക്കറിൽ ഒരു മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. മെഡിക്കൽ കോളേജ് സമഗ്രമായ വികസനത്തിന് പറ്റുന്ന മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അതിനോട് ഗവൺമെന്റ് സ്ഥലം ഉണ്ടല്ലോ. ഗവൺമെന്റിന്റെ സ്ഥലമുണ്ട്. പന്തല്ലൂരിൽ 400 ഏക്കർ ഭൂമിയുണ്ട്. സർക്കാരിന്റെ റവന്യൂ വകുപ്പിന്റെ കയ്യിലുള്ള ഭൂമിയുണ്ട്. അതുപോലെ തന്നെ പാണക്കാട് ഇങ്കലിന്റെ കയ്യിൽ 152 ഏക്കർ ഭൂമിയുണ്ട്. ഈ വായ്പാറപ്പടി ഇവിടെ 50 ഏക്കർ 25 ഏക്കർ ജനങ്ങൾ ഫ്രീ ആയിട്ടും ബാക്കി സർക്കാർ നിശ്ചയിക്കുന്ന വിലക്കും കൊടുക്കാന്ന് പറഞ്ഞ ഭൂമിയുണ്ട്. ഇതൊക്കെ ഉണ്ട്. അതാണ് സമഗ്ര വികസനം. ഒരു മെഡിക്കൽ കോളേജ് ആളുകൾക്ക്, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന റഫറൽ ഹോസ്പിറ്റലായിട്ടൊരു മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? സ്ഥലമുള്ളൊരിടത്ത് മാറ്റി സ്ഥാപിക്കുക തന്നെ വേണം. ഇതാണ് നമ്മളുടെ ഡിമാൻഡ്. ഈ 5-8 വർഷമായിട്ട് ഈ ജനറൽ ഹോസ്പിറ്റൽ ഇല്ലാതാവുക എന്നുള്ളവർക്ക്, അതല്ലെങ്കിൽ ഇത് വരാത്തതിന് ഏതെങ്കിലും പാർട്ടിക്കാർ വന്നിട്ട് ഇതിന് പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ടുണ്ടോ? നമ്മൾ സമരങ്ങൾ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡോക്ടർമാർ സംഘടന ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. ചർച്ചകൾക്ക്, ഇതിന്റെ പരിഹാര ചർച്ചകൾക്ക് വിളിച്ചിട്ടുണ്ട്. 2 തവണ വിളിച്ചെടുത്തും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അടിച്ചിട്ട് ആ പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിച്ച് പറഞ്ഞങ്ങാട് കുറവായി പിരിയാണ് ചെയ്തത്. കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഡോക്ടർമാരുടെ സംഘടന മീറ്റിംഗ് വിളിച്ചു. അവിടെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ തമ്മിൽ അവിടെ തീരുമാനവും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ. അപ്പൊ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്കൊക്കെ പോയി ഹോസ്പിറ്റൽ നഷ്ടപ്പെടില്ല. അപ്പൊ എന്താണ് ഇനി ജനകീയമായ പ്രക്ഷോഭങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കി സമ്മർദ്ദം ഉണ്ടാക്കി ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. നഷ്ടം, നമുക്ക് വന്നിരിക്കുന്ന നഷ്ടങ്ങൾ ഇത് നികത്താനുള്ള പരിപാടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആളുകളെ ബോധ്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിതൊരു ക്യാമ്പയിനായിട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആളുകളുടെ ഇടയിലേക്ക് ആ ഒരു സമരം കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. അപ്പൊ ഇപ്പൊ പറയാവുന്ന കാര്യം ഈ
ജനറൽ ഹോസ്പിറ്റൽ മഞ്ചേരി നിലനിർത്തിയിട്ട് മെഡിക്കൽ കോളേജ് മറ്റൊരു അതാണ് മെയിൻ ടാർഗറ്റ്. അത് നിലനിർത്തണം എന്നുള്ളത്. അതിലേക്ക് വേണ്ടപ്പെട്ട എല്ലാ സഹകരണങ്ങളും ഏത് പ്രക്ഷോഭങ്ങളും വെൽഫെയർ പാർട്ടിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ സുഹൃത്തുക്കൾക്ക് കേട്ടില്ല, ഇതാണ് നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ സത്യാവസ്ഥ. സത്യത്തിൽ നമ്മൾ പോണത് മെഡിക്കൽ കോളേജിലേക്കാണ്, അല്ലാതെ അവിടെ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു സൗകര്യം ഇല്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുള്ളതും മനസ്സിലാക്കേണ്ടതും. അപ്പൊ നമ്മൾ ജനങ്ങള് പൊതുവായിട്ട് ഇറങ്ങിയിട്ട് ഇതിന്റെ പ്രക്ഷോഭം അല്ലെങ്കിൽ നമ്മുടെ മഞ്ചേരിക്ക് മലപ്പുറത്തിന് നമുക്ക് വേണ്ടപ്പെട്ട ജനറൽ ഹോസ്പിറ്റൽ ഇല്ലാതാവും എന്നതിലേക്ക് ഒരു സംശയമല്ല. അപ്പൊ ജനങ്ങൾ കൂടുതലായിട്ട് ഉത്ബുദ്ധരാവണം എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടിയുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന മറുപടി. അത് ജനങ്ങൾ നിന്നേ പറ്റുള്ളൂ. നിന്നിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ ഇവിടെ നിലനിർത്തി തിരിച്ചു കൊണ്ടുവന്ന് അതിൽ നമുക്ക് വേണ്ടപ്പെട്ട സൗകര്യങ്ങൾ നേടിയെടുക്കണം എന്ന് മാത്രമാണ് ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത്.